ഒരു കാലത്ത് മുഴുവൻ ലോകത്തിൻ്റെയും തലസ്ഥാനമായിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരുന്ന ലണ്ടൻ നഗരം ഇപ്പോഴും ആ പ്രതാപം നിലനിർത്തുന്നുണ്ട്. കാരണം യൂറോപ്പിലെ കലയുടെയും സംസ്കാരത്തിൻ്റെയും വാണിജ്യത്തിൻ്റെയും വ്യവസായത്തിൻ്റെയും തലസ്ഥാനം ഇപ്പോഴും ലണ്ടൻ നഗരം തന്നെയാണ്. അതുപോലെ ഫാഷൻ, ഫൈനാൻസ്, ഹെൽത്ത് കെയർ, മീഡിയ, ടൂറിസം എന്നീ മേഖലകളിലും യൂറോപ്പിൽ ഒന്നാം സ്ഥാനത്താണ് ലണ്ടൻ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുകളുള്ള നഗരമായി ലണ്ടൻ അറിയപ്പെടുന്നു. ടൂറിസ്റ്റുകളും അതുപോലെ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട യാത്രക്കാരുമാണ് കൂടുതൽ ലണ്ടനിൽ വരുന്നത്. എല്ലാ വലിയ ബാങ്കുകളുടെയും ഹെഡ്ക്വാർട്ടേഴ്സ് ലണ്ടൻ നഗരത്തിലാണ്. ലണ്ടൻ നഗരത്തിനുള്ളിൽ അതിന് പ്രത്യേകമായ ഒരു ഏരിയ തന്നെയുണ്ട്. യൂറോപ്പിലെ ഏറ്റവും സമ്പന്നമായ നഗരമാണ് ലണ്ടൻ. പാരീസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുള്ള നഗരവും ലണ്ടൻ തന്നെയാണ്. വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് പോലെയുള്ള വലിയ കലാലയങ്ങൾ ധാരാളമുണ്ട്. 3 ഒളിമ്പിക്സ് നടത്തി കായിക രംഗത്തും ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ധാരാളം കൊട്ടാരങ്ങൾ, മ്യൂസിയങ്ങൾ, ആർട്ട് ഗാലറികൾ, ലൈബ്രറികൾ, അങ്ങനെ സംസ്കാര സമ്പന്നമായ ഒരു നഗരമാണ് ലണ്ടൻ. 1/3 ലണ്ടൻ നിവാസികളും വിദേശികളാണ്. ഇന്ത്യയിൽ ജനിച്ചവർ 3 ലക്ഷത്തിലധികം വരും. ഇംഗ്ലണ്ടിൽ ജനിച്ച ഇന്ത്യക്കാർ ഇതിന് പുറമെയാണ്. പോളണ്ടിൽ ജനിച്ചവർക്കാണ് 2ാം സ്ഥാനം. ലണ്ടൻ നഗരത്തിൽ പകുതിയും ക്രിസ്ത്യാനികളാണ്. 10% മുസ്ലിങ്ങളുമുണ്ട്. ഹിന്ദുക്കൾ 5% വരും. നല്ല യാത്രാ സൗകര്യമുള്ള ഒരു നഗരമാണ് ലണ്ടൻ. 8 വിമാനത്താവളങ്ങളും മികച്ച മെട്രോ ബസ് നെറ്റ്വർക്കുകളും ഇവിടെയുണ്ട്.